അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഈ പള്ളിയിൽ നിന്ന് 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ വൽആഖിബത്തു ലിത്തഖ്വാ, നിന്റെ അവസാനം ഞാൻ നന്നാക്കി തരാമെന്ന് പടച്ചുറപ്പ് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മരണമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. നിന്റെ സമ്പാദ്യം മുഴുവനും പടച്ചുറപ്പിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്ന മനുഷ്യന്റെ പ്രതിഫലമല്ല. ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ കടന്നു വന്നു ഇവിടുത്തെ ബഹുമാനായ ഖതീബ് ഉസ്താദിന്റെ പുറകിൽ നിന്നുകൊണ്ട് 4 റക്അത്ത് നമസ്കരിക്കുന്നവർ, ആ നമസ്കരിക്കുന്ന മനുഷ്യന് പടച്ചുറപ്പ് കൊടുക്കുന്ന ഓഫറാണ്, നിനക്ക് ഞാനൊരു നല്ല മരണം തരാം. എത്രയോ പേരുടെ ചിരിക്കുന്ന മുഖം കണ്ട ബാപ്പാ, വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് എത്രയോ പേരെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ച മുസ്ലിമേ, നിനക്കും അങ്ങനെ ഒരാഗ്രഹമില്ലോ? ഈ കിടക്കുന്ന ശുഹദാക്കൾ കടന്നു പോകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഈ കിടക്കുന്ന ശുഹദാക്കളെ കാണുന്നവരല്ലോ, ഇവരുടെ സാമീപ്യം ലഭിക്കുന്നവരല്ലോ, ഇവരുടെ മഖാമ സിയാറത്ത് ചെയ്യുന്നവരല്ലോ. മഹാന്മാരി മണിയറക്കതായി ഖബറിന്റെ അകത്ത് കിടന്ന് മണിയറക്കകത്ത് കിടക്കുന്നത് പോലെ ഞാൻ പറയുന്നതും ഈ ഖബറിന്റെ അകത്ത് കിടന്നവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മഹാന്മാരുടെ ചാരത്ത് പടച്ചവനെ നമസ്കരിക്കാൻ അല്ലാഹു ഒരു നല്ല അവസരം തന്നിട്ടു പാഴാക്കി കളയുന്ന സഹോദര, എന്റെടാ ചെറുപ്പക്കാരാ, പ്രായമുള്ളവര് മാത്രമേ പള്ളിയിലുള്ളൂ. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എന്തേ സംഭവിച്ചത്? പള്ളിയിൽ എന്തേ കേറാൻ നിനക്കെത്ര മടിയെന്തേടാ? പള്ളിയോട് നിനക്കിത്ര ദേഷ്യമെന്തേടാ? അവസാനം നിന്നെ കൊണ്ടുവന്ന് കുടിച്ചിടുന്നത് ഈ പള്ളിപ്പറമ്പിലല്ലേ ചെറുപ്പക്കാരാ? നിനക്കെന്ത് പറ്റി മോനെ? നീ എന്തേ ചിന്തിക്കാത്തത്? നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ ചരിത്രങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറയാ. മോനെ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ജീവിച്ചിരുന്ന അതാ പടച്ചവനെ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കളെ പിടിച്ചുകൊണ്ട് വരികയാണ്. അവിടുന്ന് തൂക്കിലേറ്റാൻ പോവുകയാണ്, അവിടുന്ന് തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അവിടുന്ന് ഹുബൈബിനോട് തന്റെ ശത്രുക്കളെ ചോദിക്കുന്നു, ഹുബൈബേ നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനല്ലേടാ ഹുബൈബ്, എന്തിനാടാ ചെറിയ പ്രായത്തിലേ ചാകുന്നത്? ചെറുപ്പക്കാരനാണല്ലോ, വിവാഹം പോലും കഴിച്ചിട്ടില്ലല്ലോ, എന്തിനാടാ ഹുബൈബേ ചാകുന്നത്? പുതിയ മതം കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ പഴയ കൂട്ടുകാരനെ പോലെ നിനക്ക് കടന്നു വന്നുകൂടെ? ഹുബൈബ് തങ്ങളെ പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല. കൂട്ടുകാര് പറഞ്ഞു, എങ്കിലും നീ മതമൊന്നും മാറണ്ട, നീ ഞങ്ങളുടെ ചങ്ങാതിയാണല്ലോ. അല്ലാഹുവേ അവര് പറഞ്ഞു, മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ, നിന്നെ വെറുതെ വിട്ടേക്കാ, നിന്നെ ജീവനോടെ വിട്ടേക്കാ. ഹുബൈബ് തങ്ങളെ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു ജീവിതം വേണ്ട. അവസാനം കൊല്ലുന്നതിന് മുമ്പ് അവര് ചോദിച്ചു, ഹുബൈബേ നിന്റെ അവസാന മോഹമെന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. അല്ലാഹുവേ അവിടുന്ന് നമസ്കരിക്കാൻ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു 2 റക്അത്ത് ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്ന് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് സുജൂദിലേക്ക് വീണു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ എപ്പോഴും ഞാൻ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നമസ്കരിക്കാറ്, ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അല്ലാഹുവേ എന്റെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്തിനാണല്ല ഞാൻ പേടിക്കുന്നത്? സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ശത്രുക്കൾ തന്റെ കഴുത്തിലേക്ക് കയറിപ്പെട്ടു. തങ്ങളെ തൂക്കിലേറ്റുന്നു. ആ കയറിൽ കിടന്ന് പിടയുകയാ.
മരണപ്രായത്തിൽ ഹുബൈബ് റളിയല്ലാഹു തആല പിടയുന്നത് കണ്ടു. താഴെ നിൽക്കുന്ന ശത്രുക്കളെ മുഴുവനും കളിയാക്കുകയാണ്, അവര് ചിരിക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്, അവരത് കണ്ടുകൊണ്ട് ആനന്ദിക്കുകയാണ്. അതാ തൂക്കുമരത്തിൽ കടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല ഇതിനോട് അല്ലാഹുവേ മലക്കുകൾ ചോദിക്കുകയാ, അള്ളാന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ ഹുബൈബേ പേടിക്കുന്നത്, എന്തിനാ ഹുബൈബേ നീ വിഷമിക്കുന്നത്? നോക്കടാ ഹുബൈബേ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടോ? നിന്നെ സ്വീകരിക്കാനാ ശത്രുക്കളെ ഹുബൈബ് റളിയല്ലാഹു തആല കിബിലയ്ക്ക് എതിരെ നിർത്തിയിട്ടാണ് തൂക്കിക്കൊന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ. എന്നിട്ട് ഹുബൈബിനോട് പറഞ്ഞു, അവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പറയടാ ഹുബൈബ്, ആ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കി പറയടാ ഹുബൈബ്, അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുവരെ ചിരിച്ചവരുടെ മുഖമങ്ങ് കറുക്കുകയാണ്, അവരുടെ കരുണങ്ങ് തള്ളുകയാണ്, അവര് പേടിച്ച് വിറച്ചു പോവുകയാണ്. വിളച്ചവനെ തൂങ്ങി മരിച്ചു കിടക്കുന്നവന്റെ കണ്ണുതെല്ലാം അവന്റെ വായിലൂടെ നിറയും വരും. അവൻ നാവിങ്ങനെ വെളിയിലിട്ട് കടിച്ച് പേടിപ്പിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അതാ ശത്രുക്കളെ മുന്നിട്ട് ഹുബൈബ് തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ്. എന്തൊരു പ്രകാശം എന്നറിയുമോ, എന്തൊരു പുളിച്ചൊരി എന്നറിയുമോ? ശത്രുക്കൾക്ക് പോലും ൂടുകയാണ്, ശത്രുക്കൾക്ക് പോലും ൂടുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് പടച്ചറപ്പിന് നല്ല മരണം കൊടുത്തതാ ചെറുപ്പക്കാരാ. നിസ്കരിക്കുന്ന വാപ്പമാരോ, രോഗം പിടിച്ചാലും പള്ളിയിൽ വരുന്ന വാപ്പമാരോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? നിങ്ങൾ സാധാരണ മനുഷ്യരല്ല, നിങ്ങൾ സാധാരണ വ്യക്തികളല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യർ നിങ്ങൾ സഹാബത്ത് കലിമ പറഞ്ഞു കൊടുക്കണേ സഹാബ. എങ്കിലും നിസ്കരിക്കുന്നവര് കേട്ടോ, നിനക്കാള് വേണ്ട, നിന്റെ ബാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടെ പറപ്പോ നിന്റെ കുടുംബക്കാരോ ഒരാളുടെയും ആവശ്യം നിനക്കില്ല. ഒരാളും നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാനും വേണ്ട. രോഗം പിടിച്ചാലും ഈ പള്ളിയിലേക്ക് നട്ടുച്ച സമയത്ത് പോലും വേച്ച് പള്ളിയിൽ വന്ന് നിസ്കരിച്ച ബാപ്പാ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കാലിന്റെ വിരൽ മുതൽ അവിടുന്ന് റൂഹ് വിളിക്കുമല്ലോ. ആ റൂഹ് നിന്റെ തൊണ്ടക്കുടിയിൽ വരുമല്ലോ, നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കടന്നു വരുമല്ലോ. നീ എന്തിനാ പേടിക്കുന്നത്? നീ നിസ്കരിച്ചവനല്ലേ വാപ്പാ, നീ നിസ്കരിച്ച മനുഷ്യനല്ലേ വാപ്പാ. അതാ മലക്കുകൾ റൂഹ് തൊണ്ടക്കുഴിയിൽ കൊണ്ടുവച്ചു. അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് ആ മലക്ക് പറഞ്ഞു തരും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് തന്നെ നിനക്ക് പറഞ്ഞു തരും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞ സ്വർഗവാപ്പാ, ഇത് പറഞ്ഞ സ്വർഗമാണ്. ഞാൻ ആരെന്നറിയോ? നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. കാണണോ അസ്റായിലിനെ? നിങ്ങളുടെ റൂഹ് പിടിക്കുന്ന അസ്റായിലിനെ കാണണോ? ളുഹർ നിസ്കരിക്കുന്നതിന് വേണ്ടി ഒന്നുവിടുത്തട്ടി പള്ളിക്കകത്ത് കയറുമ്പോ ആ പള്ളിയുടെ കവാടത്തിൽ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ. നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന മനുഷ്യനെ മുസാഫഹത്ത് ചെയ്യാൻ ഇനി മുതൽ പള്ളിക്കകത്ത് കയറുമ്പോ പള്ളിയുടെ കവാടത്തിന്റെ മുന്നിൽ അല്ലാഹുവേ കാബുൽ അർവാഹ് നിൽക്കുന്നുണ്ട് നിസ്കരിക്കാൻ വരുന്നവരെ പരിചയപ്പെടാൻ.
നിസ്കരിക്കാൻ വരുന്നവരെ മുസാഫഹത്ത് ചെയ്യാൻ അവിടെ നസ്രായിൽ പറയുന്നുണ്ട്, അല്ലാഹുവേ ഇതുപോലെ നിസ്കരിച്ച് നടന്ന മരിക്കുന്ന സമയത്ത് എന്നെ ഇതുപോലെ കാണാ, ഇല്ലെങ്കിൽ എന്റെ രൂപം വന്നു വരുമ്പോ ശത്രുക്കൾ മുഴുവനും ഒരു ഭാഗത്ത് കൂടി നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ സഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വരികയാ. ശത്രുക്കളുടെ ഭാഗത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് ഹുബൈബിന്റെ തല ആരാണ് മുറിച്ചു തരുന്നത്? സ്വഹാബി പറയുകയാണ്, അവിടെന്ന് ചോദിച്ചു, ആരാ ഹുബൈബിന്റെ തല എനിക്ക് വെട്ടിത്തരുന്നത്? ശത്രുക്കൾ ചോദിച്ചു, പെണ്ണേ, ചത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? ഈ ചത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ആരും എനിക്ക് വെറുതെ മുറിച്ചു തരണ്ട. ചെറുപ്പക്കാരോട് പറയുകയാ, ആരാണോ ഹുബൈബിന്റെ തലവെട്ടി എന്റെ കയ്യിൽ കൊണ്ടുതരുന്നത്, ഞാൻ അവൻ എന്റെ ശരീരം തരാ, എന്റെ കൂടെ കടക്കാനുള്ള അവസരമാ. ശരീരം കാണിച്ചിട്ട് പെണ്ണ് മോഹിപ്പിക്കുമ്പോ ഊരിപ്പിടിച്ച വാളും എടുത്തിട്ട് ഓടുകയാണ് ഹുബൈബ് തങ്ങളുടെ തലവെട്ടി മുറിക്കാറ്. ഈ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. അല്ലാഹുവേ, കാണുന്ന രംഗം എന്തെന്നറിയോ? തലവെട്ടാൻ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ട് ഓടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഒരുപാട് സമയം കഴിഞ്ഞു. മരത്തിന്റെ മുകളിൽ നിന്ന് താഴെയിറങ്ങി ഹുബൈബ് തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. നബിയെ, മയ്യത്ത് കാണുന്നില്ല നബിയെ, ജനാസ കാണുന്നില്ല നബിയെ. പ്രവാചകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബത്തെ, ജനാസ കബറടക്കി സഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കി. ആരാടാ മോനെ? ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കബറടക്കിയതാരാ? നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം കേൾക്കണോ? അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം, ഒരു ദിവസം നിന്റെ കുടുംബക്കാര് മുഴുവനും വീടിന്റെ സൈഡിൽ ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് നിന്റെ ജനാസ കുളിപ്പിച്ചു. എന്നിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തിയിട്ട് നിന്നെയതാ കഫൻ തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് കുറച്ചു സുഗന്ധം തേച്ച പഞ്ഞിയെടുക്കുമല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. സുഗന്ധം തേച്ച പഞ്ഞികെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരങ്ങളിൽ, നിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ചിട്ട് 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടു. ഈ പള്ളിയിലിരിക്കുന്ന മയ്യത്ത് കെട്ടിൽ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ പൊക്കിയെടുത്തതിന്റെ അകത്ത് മലർത്തി കിടത്തിയിട്ടു. 6 പേര് ജനാസ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് വരുമല്ലോ. ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളിയിലെ സ്ഥലമില്ലടാ, കാലുകുത്താൻ പോലും സ്ഥലമില്ല. നിന്റെ മയ്യത്ത് കൊണ്ടുവരുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ പള്ളിയും പരിസരവും നിറഞ്ഞിരിക്കുകയാണ്. നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ, നിന്റെ മയ്യത്ത് കബറടക്കാൻ ആരാ വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ കേന്ദ്രമന്ത്രിമാരോ എംപിയോ മുഖ്യമന്ത്രിയോ എംഎൽഎയോ രാഷ്ട്രീയക്കാരോ വരുന്നത് കാരണമല്ല. പിന്നെ ആരാ വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ
70,000 മലക്കുകളുണ്ടല്ലോ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന 70,000 മലക്കുകളോ നിന്റെ ജനാസ കബറടക്കാ വരുമടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ എന്റെ ഹുബൈബിനെ കബറടക്കിയത് മലക്കുകളാണ് സഹാബാ, മലക്കുകളാണ് കബറടക്കിയത്, മലക്കുകളാണ് കബറടക്കിയത്. അതിനാടാ മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. മോനെ മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുമോ? വിവിഐപിയെ പോലെ മരിക്കടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞത്, മയ്യശുരീ നഫ്സഹു ബിത്തുഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അതുകൊണ്ട് ഒരുങ്ങിക്കോ വാപ്പാ. നമസ്കരിക്കുന്നവൻ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന് മരിക്കുന്ന കാലം വരെ ഭക്ഷണം കൊടുക്കുകയാണ്, അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണസമയത്ത് ഷഹാദത്ത് കലിമ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നാളെ അവന്റെ മയ്യത്ത് കബറടക്കാൻ മലക്കുകൾ വരികയാണ്. അഞ്ചോ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലുവിധികളും തേനുവിധികളും എടുക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തിയെത്താ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നന്നാകാ സമയമായി, നന്നാകാ സമയമായി. മരണത്തിന്റെ അടയാളങ്ങൾ വന്നു, ഒരുപാട് രോഗങ്ങളായി, എല്ലാം നിറച്ചുപോയി, വല്ലാത്ത പ്രതിസന്ധിയുടെ നടുവിലൂടെ നടക്കുകയാണ്. ഈ സമയത്തെങ്കിലും നിനക്കൊന്ന് പള്ളിയിൽ കയറിക്കൂടെ? ഇനിയെങ്കിലും അല്ലാഹുവിനെ ഇനിയുള്ള കാലമെങ്കിലും അല്ലാഹുവിനനുസരിച്ചൊന്ന് ജീവിച്ചുകൂടെ? എന്തേ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ? എത്രയോ ആൾക്കാർ പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നത് നീ കണ്ടിട്ടുണ്ടല്ലോ. മരിക്കാൻ ക്യാൻസർ വന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത്? ട്യൂമർ വന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത്? മരിക്കാൻ മാരക രോഗം വേണ്ട, ഒരു രോഗവും വേണ്ട. തവീലം വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇൽ ഫജ്രി وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهره. രാവിലെ എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റ നിന്റെ ബാപ്പ ജോലിക്ക് പോയ ബാപ്പ എവിടെ? വെള്ളത്തുണിയിൽ പൊതിഞ്ഞല്ലേ വീട്ടിൽ കൊണ്ടുവച്ചത്? രാത്രി ഭക്ഷണം അങ്കടിച്ച് കബളിൽ ഉമ്മ തന്നിട്ട് കേറിക്കിടന്ന നിന്റെ ഉമ്മ എവിടെ? രാവിലെ പള്ളിക്കുടിയിലേക്ക് കൊണ്ടുപോയത് നീ തന്നെ കണ്ടതല്ലേ? രാവിലെ എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകിട്ട് കിടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. മോനെ, ഒരു രോഗവുമില്ലാത്തവന് പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നടാ. എന്തേ നന്നാകാൻ തോന്നാത്തത്? എന്തേ ഇനിയെങ്കിലും നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുങ്ങിക്കോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. അല്ലാഹുവിലേക്ക് മടങ്ങലല്ലാതെ വേറൊരു വഴിയും ഇനി നിന്റെ മുന്നിൽ കാണുന്നില്ല. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാണ്, എല്ലാവർക്കും നമുക്കെതിരാണ്, നമുക്കെന്തോ വരാൻ പോകുന്നു. അതുകൊണ്ട് നന്നാകേണ്ടവരൊക്കെ നന്നായിക്കോ, ഒരുങ്ങേണ്ടവരൊക്കെ ഒരുങ്ങിക്കോ. ഈമാൻ ഉറപ്പിച്ചോ, നമ്മുടെ ഈമാൻ പ്രകാശിപ്പിച്ചോ. കരുണക്കടലായ അല്ലാഹ് ഞങ്ങളുടെ ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. അതുകൊണ്ട് മുത്തുനബി പറയുകയാണ്, നാളെ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സുജൂദുകൾ അധികരിപ്പിക്കുന്നവരാ. ഫർള് മാത്രമല്ല നിസ്കരിക്കേണ്ടത്, ചിലര് ഫർള് മാത്രമേ നമസ്കരിക്കാറുള്ളൂ. എല്ലാ സുന്നത്തുകളും നിസ്കരിക്കണേ.
അതിന്റെ മുമ്പും ഓരോ വഖത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ, തസ്ബീഹ് നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരങ്ങൾ, ഇശ്റാഖ് നിസ്കാരങ്ങൾ, തഹജ്ജുദ് നിസ്കാരങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സുന്നത്തുകളും അധികമായിട്ട് നിങ്ങൾ ചെയ്യ്. എത്ര സുജൂദ് കൂടുതൽ ചെയ്യാൻ കഴിയുമോ അത്രയും സുജൂദുകൾ അധികരിപ്പിക്കുക. നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 5 കാര്യങ്ങളിൽ ഒരു കാര്യം പഠിച്ചു. അല്ലാഹു ഇത് ജീവിതത്തിൽ ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ടൈം ടു ടൈം എന്ന് പറയുന്നത് ഇതാ, കറക്റ്റ് സമയം. അൽഹംദുലില്ലാഹ്. ഞാൻ ഉദ്ദേശിച്ചില്ല, ഒരു പ്രഭാഷകന്റെ ഒരു വലിയ ഭാഗ്യം സമയത്ത് വയലു നിർത്തുക എന്നുള്ളത്. എന്തായാലും 1:30 നിർത്താന്ന് പറഞ്ഞു. 1:28 ആയപ്പോഴേ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഈ മഖാമിൽ വരാനും ഈ മഹാനിന്റെ ഗുരുത്വവും പൊരുത്തവും ആകാൻ അള്ളാഹു ഒരു അവസരം തന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹിനെ ഞാൻ സ്തുതിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ആരും ളുഹർ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കരിക്കണം. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പട്ടിണി, ഞാൻ നോമ്പ് പിടിച്ചാൽ മതിയായിരുന്നു. ഇത്തിരി വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയിപ്പോ തിരൂരാണ് വഴല്. രാത്രി 7:30 ട്രെയിൻ അവിടെ എത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സന്തോഷം കണ്ടതിൽ നിങ്ങളുടെയൊക്കെ ദുആയിൽ സുഖമില്ല. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.